അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്നരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്ന് നാം പഠിക്കുവാൻ തുടങ്ങുന്നത് 116 സങ്കീർത്തനമാണ്. ഈ സങ്കീർത്തനം ആരെഴുതി എന്നത് ഹെഡിങ്ങിൽ രേഖപ്പെടുത്തിയിട്ടില്ലാത്തതിനാൽ എഴുത്തുകാരൻ ആരാണെന്ന് നമുക്കറിയില്ല. ദാവീദോ ഹിസ്കിയാവോ എഴുതിയതാകാം എന്ന അഭിപ്രായമുണ്ട്. ഇതിൽ ദാവീദാകുവാനാണ് കൂടുതൽ സാധ്യത. 116 സങ്കീർത്തനം 1-ാം വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ്റെ പ്രാർത്ഥനയും യാചനകളും കേട്ട യഹോവയെ താൻ സ്നേഹിക്കുന്നു എന്ന് അവകാശപ്പെടുന്നു. ചെറിയ വിഷയങ്ങൾക്ക് വേണ്ടിയല്ല താൻ യഹോവയോട് പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്തത് എന്ന് 116 സങ്കീർത്തനം 3-ാം വാക്യം വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇപ്രകാരമാണ്: മരണപാശങ്ങൾ എന്നെ ചുറ്റി, പാതാള വേദനകൾ എന്നെ പിടിച്ചു, ഞാൻ കഷ്ടവും സങ്കടവും അനുഭവിച്ചു. മരണത്തെ മുഖാമുഖം കണ്ട ഭക്തൻ പറയുകയാണ് 116 സങ്കീർത്തനം 2-ാം വാക്യത്തിൽ കൂടി, യഹോവ അഥവാ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ചെവിയെങ്കിലേക്ക് ചായച്ചതുകൊണ്ട് ഞാൻ ജീവകാലമൊക്കെയും അവനെ വിളിച്ചപേക്ഷിക്കും. ജീവിതത്തിൽ ഒരു പ്രതികൂലം വരുമ്പോൾ സഹായത്തിനായി മറ്റുള്ളവരെ ആശ്രയിക്കാത്തവർ ആരും ഉണ്ടാവുകയില്ല. എന്നാൽ എത്ര നിലവിളിച്ചാലും ഒരു സഹായവും ചെയ്യാത്ത അഥവാ ചെയ്യുവാൻ കഴിവില്ലാത്ത അനേകർ പല പേരിലും ഭൂമിയിലുണ്ട്. അവർക്ക് തന്നെ സമാധാനമില്ലാത്തതുകൊണ്ട് ആയുധങ്ങളിൽ ആശ്രയിക്കുന്നവരാണ് ഏറിയ പങ്ക് ആളുകളും. അങ്ങനെയെങ്കിൽ അവർക്ക് നമ്മെ സഹായിക്കുവാൻ ഒരിക്കലും കഴിയുകയില്ല. അതുകൊണ്ടാണ് നിങ്ങൾ പ്രഭുക്കന്മാരിൽ ആശ്രയിക്കരുത്, സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യപുത്രനിലും അരുത് എന്ന് 146 സങ്കീർത്തനം 3-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ യിരെമ്യാ പ്രവചനം 17-ാം അധ്യായം 7-ാം വാക്യത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. 116 സങ്കീർത്തനം എഴുതിയ വ്യക്തി അക്ഷരാർത്ഥത്തിൽ ഭാഗ്യവാനായിരുന്നു. കാരണം മറ്റാരെയും സഹായത്തിനായി അന്വേഷിക്കാതെ സഹായിപ്പാനും മരണത്തിൽ നിന്ന് രക്ഷിക്കുവാനും കഴിവുള്ളവനും അതിന് മനസ്സുള്ളവനുമായ യേശുവിനെ തന്നെ അവൻ അന്വേഷിച്ച് കണ്ടെത്തി. അതുകൊണ്ട് തന്നെ അവൻ ഭാഗ്യവാനാണ്. എന്നെ കേൾക്കുന്ന ദൈവമകനെ, ദൈവമകളെ, ഈ യേശു ഒരു നാളും കൈവിടാത്തവനും നമ്മുടെ ക്ഷീണം അറിയുന്നവനുമാണ്. പാപമൊഴിയെ സകലത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനാണ് കർത്താവായ യേശു ക്രിസ്തു. അതുകൊണ്ട് തന്നെ യേശുവിൻ്റെ അടുത്തേക്ക് സഹായത്തിനായി കടന്നു ചെല്ലുന്ന ആരെയും അവൻ വെറുതെ അയച്ചു കളയുകയില്ല. എത്ര വലിയ പ്രതികൂലമാണെങ്കിലും, ഇനി മരണകരമായ രോഗമായാലും, യേശുവേ എന്നെ സഹായിക്കണമേ എന്ന് നാം നിലവിളിച്ചാൽ സങ്കീർത്തനക്കാരന് വേണ്ടി മാത്രമല്ല നമുക്ക് വേണ്ടിയും 116 സങ്കീർത്തനം 2-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ അവൻ തൻ്റെ ചെവി നമ്മിലേക്ക് ചായച്ചുകൊണ്ട് നമ്മുടെ കരച്ചിലിൻ്റെ ശബ്ദം കേൾക്കുകയും പരിഹാരം നൽകി തരികയും ചെയ്യും. 116 സങ്കീർത്തനം 4-ാം വാക്യത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: അയ്യോ യഹോവേ, എൻ്റെ പ്രാണനെ രക്ഷിക്കണമേ എന്ന് ഞാൻ യഹോവയുടെ നാമം വിളിച്ചപേക്ഷിച്ചു. സങ്കീർത്തനക്കാരൻ യഹോവയുടെ അഥവാ യേശുവിൻ്റെ നാമമാണ് വിളിച്ചപേക്ഷിച്ചത്. യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം, നീതിമാൻ അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കുന്നു എന്ന് സദൃശവാക്യങ്ങൾ 18-ാം അധ്യായം 10-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, പാപത്തിൽ തങ്ങളുടെ ജീവിതം കഴിക്കുന്ന വ്യക്തികൾക്ക് ഈ നാമത്തിൽ അഭയം പ്രാപിക്കുവാൻ പ്രയാസമാണ്. കാരണം യേശു പറഞ്ഞു, ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, പാപം ചെയ്യുന്നവനെല്ലാം പാപത്തിൻ്റെ ദാസനാകുന്നു. ദാസൻ എന്നേക്കും വീട്ടിൽ വസിക്കുന്നില്ല, പുത്രനും എന്നേക്കും വസിക്കുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 34-35 വാക്യങ്ങളാണ് നാം കേട്ടത്. തന്നെയുമല്ല, പാപം ചെയ്യുന്നവൻ പിശാചിൻ്റെ മകൻ ആകുന്നുവെന്ന് 1 യോഹന്നാൻ 3-ാം അധ്യായം 8-ാം വാക്യത്തിൻ്റെ ആദ്യ ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു. പാപം ചെയ്യുന്ന വ്യക്തികൾ അവരുടെ പ്രതികൂല സാഹചര്യങ്ങളിൽ യഹോവയെങ്കിലേക്ക് ഓടിപ്പോയി രക്ഷപ്പെടാതിരിക്കുവാൻ സാത്താൻ അവരെ നിരുത്സാഹപ്പെടുത്തുകയും തടയുകയും ചെയ്യും. ആകയാൽ പാപം ചെയ്യാതെ നാം നമ്മെ തന്നെ സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. 116 സങ്കീർത്തനം 6-ാം വാക്യത്തിൽ പ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: യഹോവ അല്പബുദ്ധികളെ പാലിക്കുന്നു, ഞാൻ എളിമപ്പെട്ടു, അവൻ എന്നെ രക്ഷിച്ചു. ഇവിടെ നാം കേട്ട അല്പബുദ്ധി എന്ന വാക്ക് ഇംഗ്ലീഷ് ബൈബിളിൽ സിമ്പിൾ എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സിമ്പിൾ എന്ന വാക്കിന് കപടമില്ലാത്ത സ്വഭാവക്കാർ, ശുദ്ധ മനസ്സുള്ളവർ എന്നൊക്കെയാണ് അർത്ഥം. ആകയാൽ യഹോവയുടെ നാമത്തിൽ രക്ഷ പ്രാപിക്കുവാൻ നമുക്ക് നിർമ്മലമായ, കപടമില്ലാത്ത, ശുദ്ധമായ ഒരു ഹൃദയം അത്യാവശ്യമാണ്.
ഈ ഭാഗം നമ്മെ പഠിപ്പിക്കുന്നത് ആ യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് ദാവീദ് 66 സങ്കീർത്തനം 18 വാക്യത്തിൽ, ഞാൻ എൻ്റെ ഹൃദയത്തിൽ അകൃത്യം കരുതിയിരുന്നെങ്കിൽ കർത്താവ് കേൾക്കുകയില്ലായിരുന്നു എന്ന് പറഞ്ഞത്. തന്നെയുമല്ല, സെഖര്യാ പ്രവചനം 8 അധ്യായം 17 വാക്യത്തിൽ പ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു, നിങ്ങളെല്ലാവരും തൻ്റെ കൂട്ടുകാരൻ്റെ നേരെ ഹൃദയത്തിൽ ദോഷം നിരൂപിക്കരുത്, കള്ളസത്യത്തിൽ ഇഷ്ടം തോന്നുകയും അരുത്, ഇതെല്ലാം ഞാൻ വെറുക്കുന്നതല്ലോ എന്ന് യഹോവയുടെ അരുളപ്പാട്. സഹോദരനെതിരെയോ മറ്റേതൊരാൾക്കെതിരെയോ ഹൃദയത്തിൽ ദോഷം ചിന്തിച്ചാൽ, നാം ആർക്കെതിരെ ദോഷം ചിന്തിക്കുമ്പോൾ അവർക്ക് അതുകൊണ്ട് ഒരു പ്രശ്നവും ഉണ്ടാവുകയില്ല. എന്നാൽ ദോഷം ചിന്തിക്കുന്ന നമ്മുടെ ഹൃദയം അശുദ്ധമാകും എന്ന യാഥാർത്ഥ്യം നാം മറന്നു പോകരുത്. നമ്മുടെ ഹൃദയം അശുദ്ധമായാൽ ദൈവസാന്നിധ്യം നമ്മിൽ നിന്നും അപ്രത്യക്ഷമാവുകയും നമ്മുടെ ഹൃദയത്തിൽ സാത്താൻ പ്രവേശിക്കുകയും ചെയ്യും. എന്നതിനാലാണ് നമ്മുടെ വീണ്ടെടുപ്പുകാരനും നല്ല സ്നേഹിതനും ആയ കർത്താവായ യേശു ക്രിസ്തു നിങ്ങളെല്ലാവരും തൻ്റെ സഹോദരനെതിരെ ഹൃദയത്തിൽ ദോഷം ചിന്തിക്കരുതെന്ന് നമ്മോട് കൽപ്പിച്ചത്. അപ്പോൾ തന്നെ നാം മണ്ണിൻ്റെ പാപത്തിൽ പങ്കാളികൾ ആവുകയും അരുത്. അതും ദൈവം വെറുക്കുന്ന പാപമാണെന്ന് നാം മനസ്സിലാക്കണം. ദൈവം വെറുക്കുന്ന പാപങ്ങൾ നാം ചെയ്യാതെ നമ്മുടെ ഹൃദയം അശുദ്ധമാക്കാതെ സൂക്ഷിച്ചാൽ, സങ്കീർത്തനക്കാരൻ 116 സങ്കീർത്തനം 7 വാക്യത്തിൽ പറഞ്ഞതുപോലെ നമുക്കും നമ്മുടെ ആത്മാവിനോട് പറയുവാൻ കഴിയും, എൻ മനമേ നീ വീണ്ടും സ്വസ്ഥമായിരിക്കുക, യഹോവ നിനക്ക് ഉപകാരം ചെയ്തിരിക്കുന്നു എന്ന്. എന്തെല്ലാം ഉപകാരങ്ങളാണ് സങ്കീർത്തനക്കാരന് യഹോവ അഥവാ കർത്താവായ യേശു ക്രിസ്തു ചെയ്തു കൊടുത്തതെന്ന് 116 സങ്കീർത്തനം 8 വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇപ്രകാരമാണ്, നീ എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നും എൻ്റെ കണ്ണിന് കണ്ണുനീരിൽ നിന്നും എൻ്റെ കാലിനെ വീഴ്ചയിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നു. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം, ദൈവം സങ്കീർത്തനക്കാരൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നും രക്ഷിച്ചു. എത്രയെല്ലാം സമ്പത്ത് നമുക്കുണ്ടായിരുന്നാലും മരണത്തിൽ നിന്നും രക്ഷിക്കുവാൻ നമ്മുടെ സമ്പത്ത് ഉപകരിക്കുകയില്ല. കുറേയൊക്കെ പണം നമുക്ക് പ്രയോജനപ്പെട്ടേക്കാം. എന്നാൽ യേശുവിന് മാത്രമേ നമ്മെ മരണത്തിൽ നിന്നും രക്ഷിക്കുവാൻ കഴിയൂ. ഈ ഭൂമിയിൽ നാം ജീവിക്കുമ്പോൾ ദൈവം നമ്മെ മരണത്തിൽ നിന്ന് രക്ഷിച്ചാലും വീണ്ടും നാം ഒരിക്കൽ മരിച്ച് ഒക്കൂ. കാരണം ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു എന്നതുകൊണ്ട് മരണത്തിന് നാം ഒരു നാൾ പിടി കൊടുക്കേണ്ടി വരുമെന്നതിന് സംശയമില്ല. എന്നാൽ നാം കേട്ട പാപപ്രവൃത്തികൾ ചെയ്യാതെ കർത്താവിൻ്റെ മക്കളായി ജീവിച്ചാൽ ബൈബിൾ നമ്മെ വിളിക്കുന്നത് ഭക്തൻ എന്നാണ്. ഇംഗ്ലീഷിൽ ഭക്തൻ എന്ന് പറഞ്ഞാൽ ഫിയർ ഓഫ് ദ ലോഡ് അഥവാ ദൈവഭയമുള്ളവൻ എന്ന് സാരം. 116 സങ്കീർത്തനം 15 വാക്യത്തിൽ തൻ്റെ ഭക്തന്മാരുടെ മരണം 116 സങ്കീർത്തനം 15 വാക്യത്തിൽ തൻ്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാകുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. തന്നെയുമല്ല, ഒരു ഭക്തൻ ആയി ജീവിച്ച് പാപം ചെയ്യാതെ നാം മരിച്ചാലും വീണ്ടും ജീവിക്കുമെന്ന് യേശു നമുക്ക് വാക്ക് തന്നിട്ടുണ്ട്. യേശുവിൻ്റെ പുനരുദ്ധാനം നമുക്കതിൻ്റെ ഉറപ്പും തരുന്നുണ്ട്. എന്നിൽ വിശ്വസിക്കുന്നവൻ അഥവാ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുമെന്നത് യേശുവിൻ്റെ വാഗ്ദാനമാണ്. സങ്കീർത്തനക്കാരൻ്റെ പ്രാണനെ താൽക്കാലികമായി രക്ഷിച്ചുവെങ്കിലും അവൻ വീണ്ടും മരിച്ചു. എന്നാൽ യേശു ക്രിസ്തു ആകാശമേഘത്തിൽ പ്രത്യക്ഷനാകുമ്പോൾ അവൻ ഒരു പുതിയ ശരീരത്തോടെ ഉയർത്തെഴുന്നേൽക്കും. തന്നെയുമല്ല, 2ാം മരണമായ ഗന്ധകം കത്തുന്ന തീ പൊയ്കയിൽ സങ്കീർത്തനക്കാരൻ വീഴുകയുമില്ല. സങ്കീർത്തനക്കാരൻ്റെ കണ്ണിന് കണ്ണുനീരിൽ നിന്നും ഈ ഭൂമിയിലായിരുന്നപ്പോൾ കർത്താവ് രക്ഷിച്ചു. അതിനേക്കാളുപരി ക്രിസ്തുവിനെ മുഖാമുഖം കാണുമ്പോൾ ദൈവം താൻ അവൻ്റെ കണ്ണുനീരെല്ലാം തുടച്ചു കളയും എന്ന വാഗ്ദാനമുണ്ട്. സങ്കീർത്തനക്കാരൻ്റെ കാലിനെ വീഴ്ചയിൽ നിന്നും രക്ഷിച്ചു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇംഗ്ലീഷ് ബൈബിളിൽ അതിപ്രകാരമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്, കാലിനെ ഇടർച്ചയിൽ നിന്നും രക്ഷിച്ചു എന്നാണ്. നാം പാപം ചെയ്യാതെ യേശുവിൻ്റെ മുഖത്ത് നോക്കി വിശ്വസ്തയോടെ ജീവിച്ചാൽ മാത്രമേ ഈ ഭൂമിയിൽ ഇടർച്ചകളിൽ നിന്നും രക്ഷ നേടുവാൻ നമുക്ക് കഴിയൂ. ഇടർച്ചകൾ വരാതിരിക്കുന്നത് അസാധ്യം തന്നെ. എന്നാൽ ഇടർച്ച വരുത്തുന്ന മനുഷ്യന് അയ്യോ കഷ്ടം എന്നാണ് യേശു പഠിപ്പിച്ചത്. ഇടർച്ചകൾ മനുഷ്യരിൽ നിന്നും വരുമ്പോൾ നാം ക്രിസ്തുവിനോട് ചേർന്ന് അവൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിച്ചാൽ നമുക്കതിൽ നിന്നും യേശു കർത്താവ് മോചനം തരും. അതുകൊണ്ടാണ് 116 സങ്കീർത്തനം 8 വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ്റെ പ്രകാരം രേഖപ്പെടുത്തിയത്, നീ എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നും എൻ്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും എൻ്റെ കാലിനെ വീഴ്ചയിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നു എന്ന്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകനെ, ദൈവമകളെ, സങ്കീർത്തനക്കാരൻ്റെ കർത്താവാണ് നമ്മുടെയും കർത്താവ്.
സങ്കീർത്തനക്കാരനെ പോലെ നാം എളിമപ്പെടുകയും ഹൃദയത്തിൽ ആർക്കെതിരെയും ദോഷം ചിന്തിക്കാതെ ഒരു ദൈവഭയമുള്ള വ്യക്തിയായി ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുകയും ചെയ്യാമെങ്കിൽ യേശു നമ്മുടെ പ്രാണനെ മരണത്തിൽ നിന്നും, നമ്മുടെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും, നമ്മുടെ കാലുകളെ ഇടർച്ചകളിൽ നിന്നും രക്ഷിക്കും എന്നതിന് സംശയമില്ല. ആകയാൽ നമുക്കും ദൈവവചനം അനുസരിച്ച് ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിക്കുകയും നിത്യജീവനാവകാശികളായി തീരുകയും ചെയ്യാം. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ വ്യസനത്തിലായിരിക്കുന്നുവെങ്കിൽ അങ്ങ് അവർക്ക് വ്യസനം മാറ്റിക്കൊടുക്കണമേ. വാർദ്ധക്യത്തിലായ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജഡത്തിൽ കഷ്ടത അനുഭവിപ്പാനിടവരാതെ അങ്ങ് അവരെ സഹായിക്കണമേ. രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് രോഗസൗഖ്യം കൊടുക്കണമേ. സമാധാനമില്ലാത്തവർക്ക് സമാധാനം കൊടുക്കണമേ. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാനുള്ള ബുദ്ധിയും ജ്ഞാനവും ഓർമ്മശക്തിയും കൊടുക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.